بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി സാഹിബ്, കേരളത്തിലെ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ ബാബുരാജ് ഭഗവത് സാർ, ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷൻ SIO-വിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പ്രിയ സുഹൃത്ത് ഷഫാഖ്, സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി മാധ്യമപ്രവർത്തകൻ ടി ഇസ്മായിൽ, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് സജീർ അടച്ചേരി, ഈ പരിപാടിക്ക് സ്വാഗത പ്രഭാഷണം നിർവഹിച്ച സോളിഡാരിറ്റി ജനറൽ സെക്രട്ടറി കോഴിക്കോട് അഫീഫ്, ഏറെ പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഹിന്ദുത്വ മാർക്സിസത്തെ തിരിച്ചറിയുക, CPM-ന്റെ മുസ്ലിം വിരുദ്ധ വംശീയതയെ ചെറുക്കുക എന്ന ഒരു തലവാചകത്തിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റിയും SIO-യും കുറ്റ്യാടി ടൗണിൽ ഇങ്ങനെ ഒരു പൊതുസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയെ ഏറ്റവും നന്നായിട്ട് വിശകലനം ചെയ്യുന്നവരും രാഷ്ട്രീയ സ്പന്ദനങ്ങൾ നന്നായിട്ട് ശ്രവിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. നമുക്കറിയാവുന്നതുപോലെ പത്രമാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുമ്പം, ന്യൂസുകൾ ശ്രദ്ധിക്കുമ്പം, പ്രസ്താവനകൾ വരുമ്പോൾ ആ പ്രസ്താവനകളിൽ നിന്ന് പ്രസ്താവനകളുടെ ടൈറ്റിൽ മാത്രം വായിച്ച് പിന്നീട് ആരുടെ പ്രസ്താവനയാണ് എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ഒന്ന് ഞെട്ടിപ്പോവാറുണ്ട്. കാരണം കൃത്യമായ വംശീയതയിൽ ഊട്ടപ്പെട്ട ഒരു ആദർശമാണ് സംഘപരിവാർ RSS എന്ന് പറയുന്നത്. RSS നേരത്തെ അത് എഴുതി വച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ഉന്മൂലനം, കമ്മ്യൂണിസ്റ്റുകാരുടെ ഉന്മൂലനം, ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഉന്മൂലനം, ഈ രാജ്യത്ത് നിന്ന് ഈ 3 വിഭാഗത്തെയും ഉന്മൂലനം ചെയ്ത് കളയുക എന്ന വിചാരധാരയിൽ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ തന്നെ ഒരു പ്രത്യയ ശാസ്ത്രം കൊണ്ടു നടക്കുന്ന സംഘപരിവാർ RSS, ആ RSS-ന്റെ പ്രസ്താവനകൾ ഏത് വിധേനയായിരിക്കും വരിക എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ചില പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾ മാത്രം വായിച്ചിട്ട് അത് ആരുടെ പ്രസ്താവനയാണ് എന്ന് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് വത്സൻ തില്ലങ്കരിൻ്റെതാണോ, ശോഭാ സുരേന്ദ്രൻ്റെതാണോ, സുരേന്ദ്രൻ്റെതാണോ, ടീച്ചറുടേതാണോ എന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ പത്രത്തിൽ ഒരു നിരീക്ഷണം നടത്തുമ്പോഴായിരിക്കും നമ്മളെ നാട്ടുകാരനായ മോഹനൻ മാഷാണ് അത് പ്രസ്താവിച്ചത് എന്ന് നമ്മൾ കേട്ടുപോവുക. ചുരം കയറിയപ്പോഴല്ല, വിജയരാഘവൻ സാറിന് ചുരം കയറിയ സന്ദർഭത്തിലല്ല. ഞാൻ ഇനി ബത്തേരിയിലെ വയനാടിന്റെ CPM-ന്റെ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത് എന്ന് താമരശ്ശേരി ചുരം കയറിയിട്ട് ഇങ്ങനെ കൽപ്പറ്റയിൽ എത്തുന്ന സമയത്ത് വിജയരാഘവന്റെ തലയിൽ ഉദിച്ചതല്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ അതുകൊണ്ട് അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, കേരളം എന്ന് പറയുന്ന രാഷ്ട്രീയ ഭൂമി, പ്രത്യേകിച്ച് CPM നേതൃത്വം നൽകുന്ന ഇവിടുത്തെ ഭരണപക്ഷം, ആ ഭരണപക്ഷം പൂർണ്ണമായി കൊണ്ട് ഇവിടുത്തെ സംഘപരിവാറിന് അധീനപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതറിയാൻ പറ്റും. ഇതിന് എവിടെയാണ് വ്യത്യാസം എന്നറിയാത്ത വിധത്തിൽ പ്രസ്താവനകള്, പദ്ധതികള്, പ്രചാരണങ്ങൾ മുഴുവൻ
ഏറ്റെടുക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ശ്രീമാൻ മുഖ്യമന്ത്രി തന്നെയാണ്. കഴിഞ്ഞ 8 വർഷത്തെ ഒരു CPM-ന്റെ ഭരണപക്ഷം, ആ CPM-ന്റെ 8 വർഷത്തെ ഇവിടത്തെ ഒരു ഭരണത്തിന് നമ്മൾ അതിനൊരു അതിനെ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അവിടെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറഞ്ഞത്. ഇവിടെ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞ എന്റെ അധ്യക്ഷ സുഹൃത്ത് SIO-വിന്റെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ നാട് എന്ന് പറയുന്നത് CPM-ൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്കറിയാം അത് എങ്ങനെയാണ് പ്രവർത്തിക്കുക, വർഗരഹിതമായിട്ട് പ്രവർത്തിക്കും. അതിന്റെ ഒരുപാട് പരമ്പരകളും സമരങ്ങളും കണ്ട ഒരു നാടാണ് ഇത്. പക്ഷെ കഴിഞ്ഞ കാലങ്ങളായിക്കൊണ്ട് കമ്മ്യൂണിസം അതിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന, അതിന്റെ കമ്മ്യൂണിസത്തിൽ നിന്ന് ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തിൽ നിന്ന് അത് പതിയെ പതിയെ ഹിന്ദുത്വ മാർക്സിസത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഓരോ അടയാളങ്ങളും നമ്മുടെ മുമ്പിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും SIO-വും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിക്കൊണ്ട് കേരളത്തിൽ ഇസ്ലാമോഫോബിയക്ക് എല്ലാ വിധത്തിലുള്ള വെള്ളം നൽകിക്കൊണ്ട് ഇസ്ലാമോഫോബിയെ പടർത്തിവിടുന്നിടത്ത് CPM കാണിക്കുന്ന, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാണിക്കുന്ന, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കാണിക്കുന്ന, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പടച്ചുവിടുന്ന ഇതുപോലെയുള്ള മുസ്ലിം വിരുദ്ധ വെറികളെ, മുസ്ലിം വിരുദ്ധ വിഷവിഷമായി കൊണ്ടുള്ള പ്രസ്താവനകളെ ആ സ്വഭാവത്തിൽ തന്നെ, തുല്യ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണമെന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരേ ടൂളിലാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരേ സ്വഭാവത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും വലിയ തമാശ, ഇന്ന് നമുക്കറിയാൻ പറ്റും, ഇന്നലെ ഇവിടുത്തെ ഒരു മഹാരാഷ്ട്രയിലെ BJP-യുടെ മന്ത്രി, ആ BJP-യുടെ മന്ത്രിയുടെ ഒരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ടല്ലോ, നിതാഷ് റാണ എന്ന് പറയുന്ന BJP-യുടെ മന്ത്രി പറഞ്ഞു കേരളം ഒരു മിനി പാകിസ്ഥാനാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞത് അത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? വയനാട് നടന്ന വിജയരാഘവന്റെ പ്രസ്താവനയുടെ ബാക്കി കൊണ്ടുള്ള റിസൾട്ടാണ്. ആരാണ് ഈ പ്രസ്താവനയ്ക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ വിത്തിട്ട് കൊടുത്തത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കും, ഈ വിത്തിട്ട് കൊടുക്കുകയും അതിന്റെ ഫലം കൊയ്തുകയും ചെയ്യുന്നത് ഇവിടെ ആരാ? ഇത് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്ക്, നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ലവ് ജിഹാദ്. കേരളം കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. നാർക്കോട്ടിക് ജിഹാദ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടുത്തെ നാർക്കോട്ടിക് ജിഹാദും അവിടുത്തെ തന്നെ എഡ്യൂക്കേഷൻ ജിഹാദും. കോഴിക്കോട് നിന്ന് പ്രസംഗിച്ച സഖാവിന്റെ പ്രസംഗം നമുക്കറിയാം. ഇവിടെ നിന്ന് ഒരു കൂട്ടരീത ഡൽഹിയിലേക്ക് പോയിട്ട് ഡൽഹിയിലെ കേന്ദ്ര യൂണിവേഴ്സിറ്റികളെ മുഴുവൻ, ഈ മലബാറിലെയും കോഴിക്കോട്ടെയും മലപ്പുറത്തെയും കുട്ടികളെ മുഴുവൻ പഠിച്ച് അവരൊരു പ്രത്യേക വിധത്തിൽ ഇവിടുന്ന് ഒരു ഭീകരവാദത്തിന്റെ ഭീകര പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ കൂടെയിട്ട് അങ്ങനെയുള്ള ഒരു വലിയ അപകടകരമായ ഒന്ന് വരുന്നു എന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യം തുടക്കം കുറിച്ചതാരാ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. UP-യിൽ യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥ് കഴിഞ്ഞ തവണ നിയമസഭയുടെ ഇലക്ഷനിൽ കാര്യമായിട്ട് പ്രചരിപ്പിച്ച ഒന്നായിരുന്നല്ലോ ലവ് ജിഹാദ്. എവിടുന്നാ കിട്ടിയത്? ആരാ വിത്തിട്ടത്? സാക്ഷാൽ നമുക്കറിയാൻ പറ്റും അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഇവിടുത്തെ സമര പോരാട്ടങ്ങളുടെ വലിയ വലിയ അടയാളമായിട്ട് പുന്നപ്രയിലെയും വയനാറിലെയും സമരനായകനായിട്ട് നമ്മൾ കാണിക്കുന്ന സാക്ഷാൽ അച്യുതാനന്ദനാണ് കേരളത്തിൽ ആദ്യമായിക്കൊണ്ട് ലവ് ജിഹാദ് എന്ന പ്രയോഗം നടത്തുന്നത്. ഏറ്റുപിടിച്ചതാരാ? നിങ്ങൾക്കറിയുമോ? കോഴിക്കോട് എയർപോർട്ട്, മലപ്പുറം ജില്ലയിലാ കോഴിക്കോട് എയർപോർട്ട്. നമുക്കറിയാം യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിലാണ്. യൂണിവേഴ്സിറ്റിയും കോഴിക്കോട് എയർപോർട്ടിലൂടെ സ്വർണം കടത്തുന്നു. ആ സ്വർണം കടത്തിയിട്ട് പിന്നീട് ഈ സ്വർണം കടത്തിയ ആ സ്വർണം മുഴുവൻ ഇവിടുത്തെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ സ്വർണം കടത്തുന്ന ആളുകൾ തീവ്രവാദ പ്രവർത്തനം വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നു. ഇതാരാ എടുത്തു പറഞ്ഞത്? ഒരു പൊസിഷനിലിരിക്കുന്ന സാക്ഷാൽ മുഖ്യമന്ത്രി എടുത്തിട്ട് പറയാണ്, ഒരു പൊസിഷനിലിരിക്കുന്ന അങ്ങാടി വർത്തമാനം പോലെ ആളുകൾ ഇങ്ങനെ വർത്തമാനം പറയുന്ന സ്വഭാവത്തിൽ ഒരു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാൽ എന്തായിരിക്കും അപകടം? ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ഏറ്റെടുത്തത് ഇവിടുത്തെ നാഷണൽ മീഡിയകളെ മുഴുവൻ ഏറ്റെടുത്തു. ചർച്ചയ്ക്ക് വെച്ചോ. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ട് ഇങ്ങനെ മലപ്പുറത്ത് കുറിച്ചിട്ട് ഇവിടെ മുസ്ലിങ്ങളുടെ കർത്തൃത്വത്തിൽ ഉണ്ടായി വരുന്ന പലതിനെ കുറിച്ചിട്ടും സംശയത്തോടു കൂടി നീക്കാം.
മുസ്ലിങ്ങളുടെ കച്ചവടം നടക്കുന്ന സ്ഥാപനമുണ്ടോ? അപകടമാണ്. മുസ്ലിം കുട്ടികൾ കൂടുതൽ സ്ഥാപനങ്ങളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുന്നവരുണ്ടോ? അപകടമാണ്. മുസ്ലിങ്ങളിൽ നിന്ന് ഒരു വലിയ സംഘം ഇവിടുത്തെ വ്യായാമ മുറകളിൽ ഏർപ്പെടുന്നുണ്ടോ? ശ്രദ്ധിക്കണം, അപകടമാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും സ്വഭാവത്തിലുള്ള അവരുടെ തന്നെ ശ്രമഫലമായിക്കൊണ്ട് എന്തെങ്കിലും സാമൂഹികമായ ഉണർവുകളുണ്ടോ? അപകടമാണ്. ഇവിടുത്തെ ഏതെങ്കിലും സമരത്തിന്റെ പിന്നിൽ മുസ്ലിങ്ങളുണ്ടോ? അപകടമാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഇതാരാണ് പ്രിയപ്പെട്ടവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇവരുപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എവിടുന്ന? നാഗ്പൂരിൽ നിന്നുള്ള ടൂളാണ്. നാഗ്പൂരിൽ നിന്നുള്ള വർത്തമാനമാണ്. നാഗ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് പടച്ചുവിടുന്നു. കേരളത്തിന്റെ മണ്ണിൽ അത് അപ്പഴി കൊണ്ട് തന്നെ പ്രായോഗികമായിട്ട് വിജയിപ്പിച്ചെടുക്കുന്നു. അതുകൊണ്ടാണ് സോളിഡാരിറ്റി പറയുന്നത്. ഹിന്ദുത്വ നാഗ്പൂരിലെ ഹിന്ദുത്വയും AKG സെന്ററിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒരേപോലെ തന്നെ ആയിരിക്കുന്നു എന്ന് സോളിഡാരിറ്റി ധൈര്യത്തോടു കൂടിയിട്ട് പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിക്കണം ഓരോ വിഷയങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോഹനൻ മാഷ ഒരു സംസാരം നിങ്ങളെ നാട്ടുകാരനാണ്, നമുക്കറിയാം. ഇവിടുന്ന് ചാനൽ ചർച്ചയിൽ വന്ന ഒരു സംവിധാനത്തെടുത്തിട്ട് ഇവിടെ ഭയങ്കരമായ വിധത്തിൽ ഇതാ സാമൂഹികമായ ധ്രുവീകരണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അങ്ങാടിയിലൂടെ തന്നെ ഒരു പ്രകടനം നടത്തിയല്ലോ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇത്രയധികം ഈ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ നമുക്കറിയാം. ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം. ഇവിടുത്തെ ഓരോ പള്ളിയുടെയും അടിത്തറകൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പള്ളിയുടെ അടിത്തറ ഇറക്കിക്കൊണ്ട് ഇവിടുന്ന് പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രമാണ് എന്നിട്ട് അതിന്റെ ആചാരങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ പള്ളിയുടെ അടിയാധാരം മുഴുവൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടും സർവ്വ നടത്തണമെന്ന് പറഞ്ഞിട്ടും അതിവേഗത്തിൽ സർവ്വ നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു വർഗീയമായ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിക്കൊണ്ട് ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഏതെങ്കിലും അർത്ഥത്തിൽ അവരുടെ നിലപാടുകളെയോ അവരുടെ രാഷ്ട്രീയമായ ഇടപെടലുകളെയോ ഏതെങ്കിലും സ്വഭാവത്തിൽ വിമർശിക്കുന്നതായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതേസമയം അവർക്ക് ടൂൾ അനുവദിച്ചു കൊടുക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് ഏണി വെച്ചു കൊടുക്കുന്നതായിട്ടല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണല്ലോ മെക്സവനെ കുറിച്ചിട്ട് വിമർശിച്ചു. മെക്സവനെ കുറിച്ചിട്ട് വിമർശിച്ചതിന് ശേഷം അതേ പ്രസംഗത്തിൽ പറയുന്ന വാക്കെന്താ? ഇവിടുന്ന് രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാല് നിങ്ങൾ പോകുന്ന പല ആളുകളുണ്ടാവും. എന്താ അവിടെ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്നിട്ട് അതിൽ ഒളിച്ചുകളി നടത്തുന്നു. ഇവിടുത്തെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ പല ആളുകളും അതിൽ കടന്നുകൂടുന്നു. എന്നിട്ട് അതേ സംസാരത്തിൽ തന്നെ പറയുന്നു, ഈ രാജ്യം ഇസ്ലാമിക രാജ്യമാകാൻ പോവുകയാണ്. എന്തൊരു അപകടമുറിച്ച വാർത്താ പ്രസംഗമാണ്, എന്തൊരു അപകടമാണ്. സാമൂഹിക ധ്രുവീകരണം നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. നിങ്ങൾ അറിയണം പ്രിയപ്പെട്ടവരെ, ഇവിടത്തെ എല്ലാ മുസ്ലിങ്ങളെ മുഴുവൻ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മുസ്ലിങ്ങളെ മുഴുവൻ ഉന്മൂലനം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ, RSSന്റെ നിലപാടുകൾക്കെതിരെ കമ എന്നൊരക്ഷരം മിണ്ടാതെ ഇവിടത്തെ ഒരു പ്രത്യേക ഉണർവുള്ള സാമൂഹിക ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെ മുഴുവൻ, ഈ സമുദായത്തിന്റെ പ്രതിധ്വനികൾ വ്യായാമമുറയിലായാലും ഇവരുടെ കച്ചവടത്തിലായാലും ഇവരുടെ സാമൂഹികമായ കർത്തൃത്വത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവരായാലും ഇവരെ പേടിയോടുകൂടി അല്പം സംശയത്തോടുകൂടി ഭീകരവാദ ചാപ്പ് കുത്തിയിട്ട് സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കാനുള്ള ശ്രമം വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘം ഇതിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയ ദൗത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ബോധപൂർവം ഉണ്ടായി വരുന്ന ഒന്നല്ല. നമുക്കറിയാം, ഇത് കൃത്യമായി കൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വരുന്ന ഒന്നാണ്. നിങ്ങൾക്കറിയുമോ, കുറച്ചു മുമ്പ് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നതിന്റെ മുമ്പ് കോഴിക്കോട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് സാക്ഷാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ മുസ്ലിം സമുദായത്തിന്റെ ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ഫലസ്തീനെ കുറിച്ചിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് ഫലസ്തീൻ ഐക്യപ്പെടുന്നു. മുസ്ലിം സമുദായം തീരുമാനിച്ചു, അങ്ങനെ ഒരു ഫലസ്തീൻ പ്രശ്നത്തിൽ ഐക്യപ്പെടാൻ CPM നേതൃത്വം നൽകേണ്ട ആവശ്യമൊന്നുമില്ല, മുഖ്യമന്ത്രി തന്നെയാണ് വന്നത്. എന്നിട്ട് അതിൻ്റെ തൊട്ട് ഇലക്ഷനോടടുപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലാണ്
കോഴിക്കോട് നമുക്ക് ഇവിടുന്ന് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് നേടിയെടുക്കാൻ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മൾ അവരോടൊപ്പം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കേരളത്തിൻ്റെ മലബാർ മേഖലയിലെ മുസ്ലിം നേതാക്കളെ മുഴുവൻ വിളിച്ചിട്ട് ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷെ മുസ്ലിം സമുദായം വീണുപോയില്ല. അറിയാൻ പറ്റും, മുസ്ലിം സമുദായം വീണുപോയില്ല. ഫലസ്തീൻ അവിടെ നിൽക്കട്ടെ, ഫലസ്തീൻ നിങ്ങളെക്കാൾ ആത്മാർത്ഥത മുസ്ലിം സമുദായത്തിന്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഫലസ്തീനോടുണ്ട്. നിങ്ങൾക്കൊന്നത് അന്വേഷിച്ചു നോക്കിയാൽ മതി. അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ഇലക്ഷൻ്റെ മുമ്പ് അത് പാളിപ്പോയപ്പോഴാണ് അടുത്ത ഒന്ന് വരുന്നത്. നമുക്കറിയാൻ പറ്റും, ഇവിടുന്ന് ഇനി നമുക്കുള്ളത് ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട്, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട്, ഇതൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്താ മാർഗം? ഞങ്ങളുടെ വോട്ട് തന്നെ സാക്ഷാൽ CPM-ന്റെ നേതാക്കന്മാരല്ല. നിങ്ങൾ വെറുതെ അന്വേഷിച്ചു നോക്കി, പുന്നപ്പുറയും വയലാറും എന്താ സമരനായകന്മാരുടെ വാർഡുകളും സമരനായകന്മാരുടെ ഭൂമികയുമാണ് കമ്മ്യൂണിസത്തിന്. ഇപ്പം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ പുന്നപ്ര, വയലാറും അതുപോലെ തന്നെ പ്രദേശങ്ങളിൽ, സാക്ഷാൽ തൃശ്ശൂർ ജില്ലയിലെ തന്നെ നേതാക്കന്മാരും മന്ത്രിമാരുമുള്ളവരുടെ ജില്ലയിൽ എത്രയാ CPM-ന്റെ വാർഡ് തലത്തിലേക്ക് കിട്ടുന്ന വോട്ട് എത്രയാണ്? എവിടേക്കാണ് ഈ വോട്ട് പോകുന്നത്? അതുകൊണ്ട് ഒഴുകിപ്പോകുന്ന വോട്ടിനെ പിടിച്ചു നിർത്തണം. മറ്റൊരു സമുദായത്തിൽ നിന്ന് വോട്ട് ഇങ്ങോട്ട് വാങ്ങണം. അപ്പൊ അതിന് പറ്റുന്ന മാർഗം എന്താ? അതിന് പറ്റുന്ന മാർഗം മറ്റു സമുദായത്തെയും കൂടി നമുക്കൊന്ന് സുഖിപ്പിക്കണം. അതുകൊണ്ട് ലവ് ജിഹാദിന്റെ ഒരു വാക്ക്, ഒരു പ്രസ്താവന നടത്തുന്നതോട് കൂടിയിട്ട് സാക്ഷാൽ മന്ത്രി തന്നെയാണ് ഉത്തരവാദപ്പെട്ട ഇതിന് നേതൃത്വം നൽകുന്ന കാസ പോലെയുള്ള സംഘങ്ങളുടെ അടുത്ത് പോയിട്ട് ഇതിന് നേതൃത്വം നൽകുന്ന ഈ പ്രസ്താവന ഇറക്കിയ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഭയങ്കര സംഭവമാണ്, നിങ്ങൾ ഭയങ്കര ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മയക്കിയെടുത്തിട്ട് യഥാർത്ഥത്തിൽ അതും പോയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ഇനി നമുക്ക് കേരളത്തിൽ വിജയിക്കണമെങ്കിൽ 2025 ഇലക്ഷൻ വരുന്നുണ്ട്. തൊട്ടടുത്ത് ഇനി നിയമസഭാ ഇലക്ഷനും വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിലെ ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തി കൊടുക്കരുത്. അതുകൊണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത്. ഇവിടുത്തെ ചാനലും ഇവിടുത്തെ സാംസ്കാരിക ഭൂമികയും ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനവും ഒക്കെ മറ്റൊരു രീതിയിൽ ഇവിടുത്തെ ചർച്ചകളെ കൊണ്ടുപോകണം. അതുകൊണ്ട് ഇനി എന്ത് വന്നാലും പാലക്കാട് ഇലക്ഷനിൽ CPM പരാജയപ്പെട്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ കാരണം എന്താ? പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ആരായി പറയുന്നത്? ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ രാജേഷ് എന്ന് പറയുന്ന മിനിസ്റ്ററും. ആരുടെ പ്രസ്താവന? രണ്ടും ഒരേ സ്വഭാവത്തിൽ ആലോചിച്ചു പറയുന്നതാണ്. പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. മെക്സവന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇവിടുന്ന് ഇനി എന്തെങ്കിലും ഒരു സമരപ്രവർത്തനം നടന്ന് മനുഷ്യവിരുദ്ധമായ സമരങ്ങൾ നടക്കുമ്പം ആ സമരപ്രവർത്തനങ്ങൾ നടന്നിട്ട് അതിന് നേതൃത്വം നൽകുന്ന ഒരു ജനകീയ മുന്നണി സ്വഭാവത്തിൽ ഇരകളുടെ ഐക്യത്തോടു കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പോരാട്ടത്തിൽ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു കഥ പറയാറില്ല. പുഴന്റെ ഇക്കരയും പുഴന്റെ അക്കരയും ഒരാൾ നിൽക്കുന്നു. പുഴന്റെ ഇക്കരയിലെ ഒരാൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പട്ടിയുടെ കൊരങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പട്ടി കുരച്ചുകൊണ്ടിരിക്കുമ്പം ഇയാള് പറയും, പട്ടിയുടെ കൊര നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ, പട്ടി വരും. ആ പട്ടിയാണെങ്കിലോ ഒരു സ്ഥലത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ട്, കെട്ടിയിട്ടുള്ള പട്ടിയാണ് കുരച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കുമ്പം ഇക്കരെ നിൽക്കുന്ന ആള് പറയും പേടിയോട് കൂടിയിട്ട്, ഈ പട്ടി ഭയങ്കര അപകടമാണ് കേട്ടോ, പട്ടി ഭയങ്കര അപകടമാണ് കേട്ടോ. ആളെ അയാളോട് പറഞ്ഞ്, ഈ പട്ടി ഇങ്ങോട്ട് എങ്ങനെ എത്തുക? നിറയെ പുഴയിൽ വെള്ളമാണ്. അതുപോലെ തന്നെ ആ പട്ടിയെ കെട്ടിയിട്ടുണ്ടല്ലോ. ഇയാളുടെ അടുത്ത ചോദ്യം, ഈ പുഴ എങ്ങാനും വറ്റിപ്പോയാൽ എന്താ സംഭവിക്കുക? ഇയാൾ ഇങ്ങനെ ഇതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു സ്വസ്ഥതയില്ല, ഞങ്ങൾക്കൊരിതുമില്ല, പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ തുച്ഛമായ ഒരു സംഘാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളൂ. വളരെ തുച്ഛമായ ഒരു സംഘം. എന്നിട്ട് എന്തിനും ഏതിനും മേക്കിട്ട് കയറിക്കൊണ്ട് എന്താ ഇതിന്റെ അർത്ഥം? ഇവര് വിചാരിക്കുകയാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു ദർശനം ഇവരുടെ കയ്യിലുള്ളത്. മനുഷ്യരെ കുറിച്ച് പറയുന്നു, അടിസ്ഥാന ആവശ്യങ്ങളെ കുറിച്ച് പറയുന്നു.
ഇവിടുത്തെ മനുഷ്യന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു, ഇവിടുത്തെ മനുഷ്യരുടെ പൊതു കൂട്ടായ്മയെ കുറിച്ച് സംസാരിക്കുന്നു. ഇവിടുത്തെ എന്തെങ്കിലും സാമൂഹികമായ ധ്രുവീകരണം നടക്കുന്നിടത്തേക്ക് ജമാഅത്തെ ഇസ്ലാമി ഇടപെട്ടുകൊണ്ട് മനുഷ്യ സാഹോദര്യത്തിന് വേണ്ടി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ കളത്തിൽ അവർ ഇടപെടും. അതുകൊണ്ട് അവർക്കെതിരെ പറയാനുള്ള ഏറ്റവും വലിയ ടൂൾ എന്താണ്? ഇവര് മതരാഷ്ട്രവാദത്തിന്റെ ആളുകളാണ്, അടിച്ചുവിടുക. മതരാഷ്ട്രവാദത്തിന്റെ ആളുകളാണ്. യഥാർത്ഥത്തിൽ ഇത് എവിടെ നിന്നുള്ള സ്ക്രിപ്റ്റാ? നാഗ്പൂരിൽ നിന്നുള്ള സ്ക്രിപ്റ്റാ. നമ്മൾ തിരിച്ചറിയണം, ഇത് BJP-യുടെ AKG സെന്ററിൽ നിന്നല്ല ഇത് വരുന്നത്. അതുകൊണ്ടാണല്ലോ കേരളത്തിന്റെ ഒരു തലയിലൊരു പ്രസ്താവനയും കേരളത്തിന്റെ മറ്റൊരു പ്രസ്താവനയും ഈക്വൽ ആവുന്നത്. അറിയാതെ വരുന്ന പ്രസ്താവനയല്ല, അറിയാതെ വരുന്ന ഒരു പ്രസ്താവനയല്ല. അതുകൊണ്ടാണ് ഇത് നാഗ്പൂരിൽ നിന്ന് വരുന്ന ഒരു സ്ക്രിപ്റ്റ്. അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ത്രിമൂർത്തികൾ കേരളം കൊണ്ടുപോകാൻ വരികയാണ്. ആരായി ത്രിമൂർത്തികൾ? ആരായി ത്രിമൂർത്തികൾ? ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ. ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ. അമീറിനെ അവിടെ പ്രയോഗിച്ചത് അങ്ങനെ. അമീറിന്റെ പേരല്ല പറഞ്ഞത്, അമീറിനെ പ്രയോഗിച്ചു. ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ. ഈ ത്രിമൂർത്തികൾ ഇതാ കേരളം കൊണ്ടുപോകാൻ പോവുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മുഴുവൻ വോട്ടും ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ മുഴുവൻ വോട്ടും ഞങ്ങൾക്ക് വേണം. ഇവര് കാര്യം യഥാർത്ഥത്തിൽ അറിയുന്നില്ല. എന്താ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാ ഇതിന് മരുന്നിട്ട് കൊടുക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ആരാണ് യഥാർത്ഥത്തിൽ ഇതിന് മരുന്നിട്ട് കൊടുക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. യഥാർത്ഥത്തിൽ ഇവർക്ക് ഒരു ചുക്കും പറയാനില്ല. സാക്ഷാൽ ഇവിടുത്തെ ഭരണപക്ഷത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന CPM മുഖ്യമന്ത്രി ഞങ്ങൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധി തുറന്നു പറയണം. ആ പ്രതിസന്ധി തുറന്നു പറയണം. ആഭ്യന്തരം ഞങ്ങളുടെ കയ്യിലില്ല. ആഭ്യന്തരം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളല്ല യഥാർത്ഥത്തിൽ. നിങ്ങൾക്കറിയുമോ, 2006-ൽ ഇവിടുന്ന് 2006 മുതൽ നിരന്തരമായി കൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ആഭ്യന്തരം ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ നാഗ്പൂരിൽ നിന്നാണ് എന്നുള്ളത്. 2016 മുതൽ നിങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞ ഒരു 8 വർഷത്തെടുത്ത് പരിശോധിച്ചു നോക്ക്. 8 വർഷത്തെടുത്ത് പരിശോധിച്ചു നോക്ക്. ഇവിടുന്ന് ഇതിന്റെ പിന്നിൽ ഏറ്റവും രസകരം എന്താന്ന് വെച്ചാൽ, ഭരണപക്ഷത്തുള്ള ഒരു MLA പോലും എടുത്ത് ആ ഭരണപക്ഷ MLA ഭരണപക്ഷത്തിനോട് തന്നെ എതിർപ്പില്ലാതാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചതും അതിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമിയാണ്. സാക്ഷാൽ PV അൻവർ ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നന്നായിട്ട് ഇടപെട്ട് കേരള സർക്കാർ ആഭ്യന്തരമായി കൊണ്ട് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയും കേരള സർക്കാരും ഇവിടുത്തെ ഹിന്ദുത്വ സംസ്കാരത്തിലേക്ക്, ഹിന്ദുത്വ അജണ്ടകളിലേക്ക് ഇവിടുത്തെ ആഭ്യന്തര സംവിധാനത്തെ കൊണ്ടുപോകുന്നു എന്ന് ഭരണപക്ഷത്തുള്ള ഒരു MLA പറഞ്ഞു. അപ്പൊ പ്രസ്താവനയാണ്, രാത്രി ചർച്ചകൾ. ആ MLA-ക്കും യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബാധ വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയണം, അപകടമാണ് യഥാർത്ഥത്തിൽ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന മുഖ്യ പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണെടുക്കുക. ഞങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾ കണ്ണെടുക്കുക. നിങ്ങൾക്കറിയുമോ, അന്ന് എല്ലാവരും പറഞ്ഞതാണ്, സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കസാരയിലേക്ക് ഇരിക്കുന്നതിന്റെ മുമ്പ് അങ്ങോട്ട് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നു സാക്ഷാൽ ലോക്നാഥ് ബെഹ്റ. ആരാ ലോക്നാഥ് ബെഹ്റ? ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി കഴിഞ്ഞു. കാലാവധി കഴിഞ്ഞ ഉടനെ കേരളത്തിൽ നിന്ന് പറഞ്ഞയക്കുന്നതിന് പകരം എറണാകുളം കൊച്ചി മെട്രോയുടെ സ്ഥാനത്ത്, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുത്തുന്നു. തൊട്ടടുത്ത നിയമനം പോലീസിന്റെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവ. ആരാ രമൺ ശ്രീവാസ്തവ? നിങ്ങൾക്കറിയല്ലോ, പാലക്കാട് സിറാജുന്നീസ ഏറ്റുപറഞ്ഞതാ. വെടിവെപ്പ് സിറാജുന്നീസയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. എന്നാൽ അവിടുന്ന് അങ്ങോട്ട് പോട്ടെ. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു പോലീസ് സംവിധാനമാകുമ്പോൾ സർക്കാരിന്റെ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ അറിയണമല്ലോ. മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ അറിയണമല്ലോ. നമ്മൾ അവിടെയാണ് നമ്മൾ സംശയം ഉന്നയിക്കുന്നത്. ഇവിടുന്ന് നാഗ്പൂരിൽ നിന്നും RSSൽ നിന്നും കേരളത്തിലേക്ക് വന്ന RSSന്റെ രണ്ടാമൻ ഹൊസബല്ല. ഈ ഹൊസബല്ലയെ പോയിട്ട് കാണാൻ, ഹൊസബല്ല ഇന്ന് വരെ മോഹനൻ മാഷ് ഈ ഹൊസബല്ലയെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഇതുപോലെ തന്നെ ഇതുപോലെയുള്ള ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, ആ പോലീസ് ഉദ്യോഗസ്ഥരിലെ MR അജിത് കുമാർ നേരെ ഹൊസബല്ലയെ പോയി കാണാൻ പോവുകയാണ്. അതും അദ്ദേഹത്തിന്റെ സ്വകാര്യ വാഹനത്തിൽ. ഈ MR അജിത് കുമാർ ഇന്ന് വരെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി എത്ര തവണ കണ്ടിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. നാലക്കട്ടെ CPM-ന് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ മാഷിനെ, ഗോവിന്ദൻ മാഷ് എത്ര തവണ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ കൂറാരോടാ?
അവരാണല്ലോ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്. എന്താണോ ഇവിടുത്തെ ആഭ്യന്തരം, എന്താവണം ഇവിടുത്തെ ഭൂമി, എന്താവണം ഇവിടുത്തെ സാംസ്കാരികം, അതിന് അവരോടാണല്ലോ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബാധ്യതയുള്ളത്. അതുകൊണ്ട് ഹൊസബല്ല ഇവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ എം.ആർ. അജിത് കുമാർ പോയിട്ട് കാണണം. അപ്പൊ എം.ആർ. അജിത് കുമാർ നൽകിയ സ്ഥാനം എന്താ, സമ്മാനം എന്താ? ഇതൊക്കെ നടത്തുന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന വിധത്തിൽ ഈ സ്ക്രിപ്റ്റ് വിജയിപ്പിച്ചെടുക്കുന്നത് കൊണ്ട് എം.ആർ. അജിത് കുമാറിന് ഒരു വലിയൊരു സ്ഥാനം നൽകാൻ പോവുകയാണ്. DPGP ആയിട്ട് സ്ഥാനം ഉയർത്താൻ പോവുകയാണെന്നാണ് പുതിയ വാർത്ത. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇത് പറയും ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ CPM നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, സാക്ഷാൽ പിണറായി വിജയൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇത് ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അപ്പോഴാണ് പറയുന്നത് ഇതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഞങ്ങളോട് യോജിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമല്ല. ഏതെങ്കിലും അർത്ഥത്തിൽ വിയോജിച്ചു കഴിഞ്ഞാൽ, നിലപാടുകളെ വിയോജിച്ചാൽ, ഇവരുടെ പിന്നിലുള്ള കളികളെ മുഴുവൻ എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ പറയാൻ തുടങ്ങും നിങ്ങൾ അങ്ങനെയാണ്, ഇവിടുത്തെ ഒരു മതരാഷ്ട്രവാദത്തിന്റെ ആളുകളാണ്, ഭീകരവാദത്തിന്റെ ആളുകളാണ്. അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറഞ്ഞത് ഇങ്ങനത്തെ മുസ്ലിം കർത്തൃത്വത്തിന്റെ ഈ സ്വഭാവത്തിലുള്ള ഉണർവുകളെ ഇനിയും അടിച്ചാക്ഷേപിക്കുവാനും വിഷലിപ്തമായ പ്രസ്താവന ഇറക്കിക്കൊണ്ട് സമൂഹത്തിൽ സാമുദായിക ധ്രുവീകരണം നടത്തുവാനും വർഗീയമായ ചാപ്പകുത്തുവാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്, SIO തീരുമാനിച്ചിട്ടുണ്ട്, അതിനെ കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ഉറച്ച ബോധ്യത്തിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറഞ്ഞിട്ടുള്ളത് ഹിന്ദുത്വ മാർക്സിസത്തെ തിരിച്ചറിയണം എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തിൽ നിന്ന് ഹിന്ദുത്വത്തിന്റെ എന്തൊക്കെ ആശയങ്ങളുണ്ടോ ആ ആശയങ്ങളിലേക്ക് കേരളത്തിന്റെ ഈ മണ്ണിനെ സഹിഷ്ണുത, ഇവിടെ നമുക്കറിയാൻ പറ്റും ഈ കേരളത്തിന്റെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ആ കേരളത്തിന്റെ മണ്ണിനെ ഇതുപോലെ ഹിന്ദുത്വ മാർക്സിസ്റ്റ് ലൈനിലേക്ക് കൊണ്ടുപോകാനാണ് പിണറായി വിജയന്റെയും CPM-ന്റെയും വിജയരാഘവന്റെയും മോഹന മാഷുടെയും ഒക്കെ താല്പര്യമെങ്കിൽ അത് ചെറുത്തു നിൽക്കാൻ തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ശ്രമം നൽകും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ആർക്കാ ഗുണം കിട്ടുക? സംഘപരിവാറിനാ ഗുണം കിട്ടുക? നമുക്കറിയാൻ പറ്റും. നമുക്കറിയാലോ, ഒരു കഥയുണ്ട് യഥാർത്ഥത്തിൽ. ആ കഥ എങ്ങനെയാണ്? വേട്ടക്കാരൻ ചിരിച്ച്, ആ വേട്ടക്കാരൻ പുലിയുടെ മുകളിൽ കയറിയിട്ട് ചിരിച്ചിങ്ങനെ വേട്ടക്ക് പോവുകയാണ്. പുലിപ്പുറത്ത് വേട്ടക്കാരൻ ചിരിച്ചു പോകുന്നു. തിരിച്ചു വന്നപ്പം പുലി ചിരിക്കുന്നു. പുലിയുടെ അകത്താണ് വേട്ടക്കാരന്റെ സ്ഥാനം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോ ചിരിച്ച് ആഹ്ലാദിച്ച് നമ്മൾ വെക്കുമല്ലോ. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് BJP-യുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരുടെ ഇടയിലുള്ള സംഘടനയിൽ ഉള്ള ഒരുപാട് ഇന്റേണൽ ക്ലാഷുകളാണ്. BJP ആഭ്യന്തര ശൈഥില്യങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അതിന് വലുത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. എന്താ അതിന്റെ കാരണം? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഭാരവാഹികൾ തന്നെ കൂട്ടരാജി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘടനക്കുള്ളിൽ അങ്ങനെ തല്ലുകൾ. ആരാണ്? സുരേന്ദ്രനാണോ ശോഭാ സുരേന്ദ്രനാണോ എന്നതൊക്കെയുള്ള ചർച്ച നടക്കുകയാണ്. അതവിടെ നടക്കുമ്പോഴും BJP എന്തായിരുന്നോ സമൂഹത്തിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? CPM-ന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അതുകൊണ്ടാണ് ഇതിനെ കരുതിയിരിക്കണം. അതാണ് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘം എന്ന നിലക്ക്, കേരളത്തിന്റെ നമ്മുടെ കയ്യിലുള്ള ഒരു വലിയ സാമൂഹിക ദൗത്യ നിർവഹണത്തിന്റെ പാതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം എന്ന നിലക്ക് ഇവിടത്തെ രാഷ്ട്രീയ ഭൂമിയിൽ മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു വിമോചനപരതയുള്ള ഒരു ദർശനത്തെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘം എന്ന നിലക്ക് സാമൂഹിക ദൗത്യം നിർവഹിക്കുവാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാമൂഹിക ദൗത്യം നിർവഹിക്കുവാൻ ഇവിടെ ചെയ്യാനുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സോളിഡാരിറ്റിക്കെതിരെയും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും മുസ്ലിം സമുദായത്തിനെതിരെയും വരുന്ന ഏതിനെയും ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി സജ്ജമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോ വീണ്ടും നമുക്കിടയിലേക്ക് മാഷാ അല്ലാഹ് സ്റ്റിക്കർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അക്രമം നടന്നു, വെട്ടുകൾ കൊന്നു. അതുകൊണ്ട് ഞങ്ങളോട് യോജിക്കാത്ത ഏതൊരാളെയും ഞങ്ങൾ നിഷ്കരണമില്ലാതാക്കും. അതുകൊണ്ട് അന്വേഷണം അങ്ങോട്ട് പോകണം. അതുകൊണ്ട് ഇന്നോവ കാറിന്റെ മുകളിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി.
നേരത്തെ അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ഇവിടുത്തെ വിവാദങ്ങൾ എന്നുള്ള കാഫിർ സ്ക്രീൻഷോട്ട് വിവാദങ്ങൾ. എങ്ങനെയെങ്കിലും ഇത് കളിച്ചിട്ട് കലക്കി വെള്ളം കലക്കിയിട്ട് ഇതിൽ നിന്ന് എങ്ങനെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആലോചന. അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പറഞ്ഞിരുന്നത് ഇതിനെ തിരിച്ചറിയുവാൻ, ഹിന്ദുത്വ മാർക്സിസത്തെ ആ സ്വഭാവത്തിൽ തന്നെ തിരിച്ചറിയുവാൻ, CPM കാലങ്ങളായി പയറ്റുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ വംശീയതയെ ചെറുത്തു നിൽക്കാൻ സോളിഡാരിറ്റിയോടൊപ്പം നിങ്ങളും അണിചേരണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു സാമൂഹിക ദൗത്യത്തിന്റെയും കൂടി ഭാഗമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മൾ ചെയ്യുന്ന ഒരു സാമൂഹിക ദൗത്യത്തിന്റെയും കൂടി ഭാഗമാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ അർത്ഥത്തിൽ ഇതിനെ ഏറ്റെടുക്കണം. ഇതിന്റെ ഒരു പ്രചാരകരായിക്കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് കൃത്യമായി കൊണ്ട് സാമൂഹിക ദൗത്യം എന്ന നിലക്ക് ഇവിടുത്തെ സമൂഹത്തോട് വിളിച്ചു പറയാൻ ബാധ്യസ്ഥരായ ഒരു സംഘം എന്ന നിലക്ക് ഇതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ പങ്കുണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പൊതുസമ്മേളനം ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.